ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കോടതിയിൽ മുഖംമൂടി ധരിപ്പിച്ച് ഹാജരാക്കിയ KSU നേതാക്കൾക്ക് മുള്ളൂർക്കരയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം. ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കപ്പെട്ട 4 KSU വിദ്യാർത്ഥി നേതാക്കൾക്ക് ചേലക്കര നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുള്ളൂർക്കരയിൽ ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി. മുള്ളൂർക്കര പാർട്ടി ഓഫീസിൽ നിന്നും സ്ത്രീകളടക്കം 100 കണക്കിന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പടുകൂറ്റൻ ജാഥ വാഴക്കോട് ചുറ്റി മുള്ളൂർക്കര സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. പോലീസിന്റെ ന്യായീകരണം എടുത്താൽ പോലും എങ്ങനെയാണ് ചെറുപ്പക്കാരനെ ഇത്ര ക്രൂരമായി മർദ്ദിക്കുന്നതെന്ന് ഉത്തരവില്ല. ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഈ ചെറുപ്പക്കാർക്ക് സംഭവിച്ചതും സുജിത്തിന് സംഭവിച്ചതും ഒരേ കാര്യമാണ്. എന്താണ്? സർക്കാരിന്റെ നിയമവിരുദ്ധമായ പ്രവർത്തനം. അതിന് നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അവരുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ പോലീസ് ചെയ്യുന്ന കുറ്റകൃത്യമാണിത്. ഈ 4 ചെറുപ്പക്കാരെ മുഖം മൂടിയിട്ട് കൊണ്ടുപോകുമ്പോൾ മറുവശത്ത് നമ്മൾ കാണുന്നത് എന്താ? BJPയുടെ നേതാവ് പ്രിന്റു. ആ പ്രിന്റുവിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന പോലീസിനെയാണ്. ആ പ്രിന്റു പറഞ്ഞ കാര്യം എന്താ? തീവ്രവാദ പ്രവർത്തനമാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ? രാഹുൽ ഗാന്ധി കൊല്ലണമെന്നാണ് പ്രിന്റു മഹാദേവൻ പറഞ്ഞതെങ്കിൽ ആ പ്രിന്റുവിന് പൂമാലയിട്ട് സ്വീകരണം കൊടുക്കുന്ന കേരള പോലീസ് ഒരു വശത്ത് നിൽക്കുന്നു. ഇവിടുത്തെ ചെറുപ്പക്കാര് ഇവിടുത്തെ രാഷ്ട്രീയ സമരം നടത്തിയതിന്റെ പേരിൽ അവരെ മുഖം മൂടിയിട്ട് കൊടുക്കുന്ന മറ്റൊരു വശത്ത് നിൽക്കുന്ന കേരള പോലീസ്. ഇത് രണ്ടും ഒന്ന് തുലനം ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും CJPയുടെ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര തീവ്രമായി വാദിച്ചിട്ടും പ്രിന്റുവിനെ അറസ്റ്റ് ചെയ്യുവാൻ അസംബ്ലിയിൽ സമരം ഉണ്ടായിട്ട് പോലും അതിനെ കളിയാക്കുന്ന മന്ത്രിയെ കണ്ടില്ലേ? രാജീവൻ എന്തൊക്കെയാ പറഞ്ഞത്? 27 28 കൊണ്ട് തരണമായിരുന്ന ശരിയും ഞായറും അസംബ്ലി ഇല്ല. ആ അസംബ്ലി ഇല്ലാത്ത ദിവസങ്ങളാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നീതി കിട്ടുന്നവരെ ഈ ചെറുപ്പക്കാരെ എന്തിനു വേണ്ടിയാണ് മുഖം മൂടി അണിയിച്ചതെന്ന് കേരള പോലീസ് പറയണം. എന്ത് കുറ്റമാണ് അവർ ചെയ്തത്? ഏത് തീവ്രവാദ പ്രവർത്തനമാണ് നടത്തിയത്? വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. അതിനുവേണ്ടി ശ്രമിച്ചാൽ അതിന് കൃത്യമായിട്ട് തെരുവിൽ പ്രതിരോധം തീർക്കുക തന്നെ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കുന്നംകുളത്ത് നടന്നത്, അതിനുശേഷം നടന്ന CC ക്യാമറ ദൃശ്യങ്ങൾ ഒന്നൊന്നായിട്ട് പുറത്തോട്ട് വരുമ്പോ ഈ സംസ്ഥാനത്തിനകത്ത് ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടോ എന്നുള്ള കാര്യം കൂടി സംശയത്തിലാണ്. ഇവിടെ RSSുമായിട്ട് നെക്സസ് നടത്തുന്ന ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളൊക്കെ കണ്ടത്. പണ്ട് കാലങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു RSS ആണ് പോലീസിനകത്ത്. RSSനെ നിയന്ത്രിക്കാൻ, പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ബലഹീനായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ മാറി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു വെച്ചു പോവുകയാണ്. നിങ്ങൾ എടുക്കുന്ന ഏത് പ്രവർത്തിക്കും അത് എങ്ങനെയൊക്കെയാണോ അങ്ങനെയൊക്കെ തന്നെ പോലീസ് ആണെങ്കിൽ പോലീസ്. DCC വൈസ് പ്രസിഡന്റ് ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. ജയിലിലായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോടതിയിൽ പോയി ജാമ്യമെടുക്കാൻ മുന്നിട്ടിറങ്ങിയ NS വർഗീസിനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. TM കൃഷ്ണൻ, അഡ്വക്കേറ്റ് OG ജനീഷ്, രാധാകൃഷ്ണൻ, സുലൈമാൻ, വൈശാഖ്, നാരായണസ്വാമി, അജിത്, ഷാഹിദ്, ഗോകുൽ ഗുരുവായൂർ, അഖിലേഷ് പാഞ്ഞാൾ, സുരാജ്, പ്രകാശൻ മാസ്റ്റർ, വിനോദ് പന്തലാടി, അഡ്വക്കേറ്റ് അലവി ഉൾപ്പെടെ നിരവധി നേതാക്കന്മാർ യോഗത്തിൽ സംസാരിച്ചു. ചേലക്കര നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ സ്വാഗതവും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മുഹിയുദ്ദീൻ ആറ്റൂർ നന്ദിയും പറഞ്ഞു.
രാത്രി 10:30 മണിക്ക് മുള്ളൂർക്കരയിലെത്തിയ ചാണ്ടി ഉമ്മൻ MLAയെ വരവേൽക്കാൻ സ്ത്രീകളടക്കം നൂറുകണക്കിന് പ്രവർത്തകരാണ് ഉറക്കമുപേക്ഷിച്ച് കാത്തുനിന്നതും അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടതും. ന്യൂസ് ഡെസ്ക് CCV.